സാറേ, പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാനിലെ സംഘർഷം പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു, ബലൂജ് ലിബറേഷൻ ആർമിയുടെ കയ്യിലിരിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങളാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കയ്യിൽ പോലും അത്തരം ആയുധങ്ങളില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയെടുക്കാമോ? നാഷണൽ അസംബ്ലി എന്നാണ് പാകിസ്ഥാനിലെ പാർലമെന്റിന് പറയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഖ്വാജ ആസിഫിന്റെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ ഏറ്റുപറച്ചിൽ ആയിരുന്നു, നമുക്ക് ബലൂചിസ്ഥാനിൽ നമുക്ക് ശേഷിയില്ല, നമ്മൾ ദുർബലരാണ്, നമ്മൾ അവിടെ വികലാംഗരാണ്, നമ്മൾ ഹാൻഡിക്യാപ്ഡാണ്, നമ്മളെക്കാൾ ശക്തമായ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്, 2 കോടി രൂപയുടെ റൈഫിൾ അവരുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിൽ അത്തരം ആയുധങ്ങളില്ല. തെർമൽ വെപ്പൺ സൈറ്റുകൾ, അതായത് നൈറ്റ് വിഷൻ എക്യുപ്മെന്റ്സ്, രാത്രി പോരാടാനുള്ള ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. 4.5 ലക്ഷം രൂപയുടെയൊക്കെ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ആകെ $20,000 സന്നാഹങ്ങൾ അവർക്ക് ഒരേ മേഖലയിൽ തന്നെയൊക്കെ ഉണ്ട്. അമേരിക്കൻ ആയുധങ്ങളുണ്ട്. അമേരിക്കൻ ആയുധങ്ങൾ എന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്നു എന്നല്ല. അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചിട്ട് പോയ ആയുധങ്ങളുണ്ടല്ലോ അമേരിക്കയുടെ, അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLAയുടെ കയ്യിലെത്തിയിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നു, അഫ്ഗാനിസ്ഥാൻ കൊടുത്ത ആയുധങ്ങളാണിത് എന്ന് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ കൊടുത്തതാണ്, അഫ്ഗാനിസ്ഥാന് വേറെ വിദേശ ശക്തികളുടെ സഹായം ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയാണ് ഖ്വാജ ആസിഫ് ചെയ്തത്. ഇത് 40%, പാകിസ്ഥാന്റെ 40% ഭൂമി ആണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ പകുതിയായി. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ, കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അവസ്ഥ, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി 100 പാക് പോലീസുകാരെയും ഈ പട്ടാളക്കാരെയും കൊന്നിട്ടുണ്ട്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് 170 ബലൂജ് പോരാളികളെ കൊലപ്പെടുത്തി എന്നാണ്. അതിന്റെ സത്യം പടച്ചോന് മാത്രമേ അറിയാവൂ. 200 പേരെ കൊലപ്പെടുത്തിയതായിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നുണ്ട്. അപ്പോ എന്നിട്ട് ഈ ഖ്വാജ ആസിഫ് പറഞ്ഞ ഒരു ക്രിമിനൽ ബലൂജ് നെക്സസ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ പോരാളികൾക്ക് ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നും അയാൾ പറഞ്ഞു. ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് ബലൂചിസ്ഥാനിലെ നുഷ്കിലെ ഒരു പട്ടാള പോസ്റ്റ് വിജനമായിട്ട് ഇരിക്കുന്നു. ആ പോസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ പട്ടാളക്കാരുടെ യൂണിഫോമുകൾ, പാൻറ്, മറ്റ് ആയുധങ്ങൾ ഇതൊക്കെ കാണാം. എന്ന് പറഞ്ഞാൽ BLAയുടെ ആക്രമണം വന്നപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാർ പോസ്റ്റ് ഉപേക്ഷിച്ച് ഓടി എന്നാണ് അർത്ഥം. ആ ഓടിയതിൻ്റെ വീഡിയോയാണ് ഈ കാണുന്നത്. 14 നഗരങ്ങൾ, ഏതാണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 14 നഗരങ്ങൾ ഇപ്പോൾ BLAയുടെ പിടിയിലാണ്. ഓപ്പറേഷൻ ഹെറോഫ് 2ാം ഘട്ടം ആണ് നടക്കുന്നത്. അത് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, ആദ്യഘട്ടത്തിൻ്റെ ഇരട്ടി ശക്തമാണ് ഓപ്പറേഷൻ ഹെറോഫ് 2. ഓപ്പറേഷൻ ഹെറോഫ് BLA പാകിസ്ഥാനെതിരെ നടപ്പാക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ഓപ്പറേഷൻ ഹെറോഫ്. ഹെറോഫ് എന്ന് പറഞ്ഞാൽ കറുത്ത കാറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ 2024 ഓഗസ്റ്റിലാണ് ആദ്യത്തെ ഓപ്പറേഷൻ ഹെറോഫ് ഈ വനിതാ ചാവേറുകളൊക്കെ സൈനിക ക്യാമ്പുകളൊക്കെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. മക്രാൻ, കോഹ് സുലൈമാൻ വരെ 20 മണിക്കൂർ പോരാട്ടം നടന്നു. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ മക്രാൻ മുതൽ കോഹ് വരെ 48 മണിക്കൂർ ക്യാമ്പുകളെ ആക്രമിച്ചു. ഇത് ആദ്യഘട്ടത്തിൽ ഇത്രയുമൊക്കെ ചെയ്തിരുന്നു.
ഇപ്പോൾ ഹെറോഫിൻ്റെ 2ാം ഘട്ടം ഇരട്ടി ശക്തിയിലാണ്. അതുകൊണ്ടാണ് മുമ്പ് ഈ മക്രാൻ മുതൽ കോഹി സുലൈമാൻ വരെയായിരുന്നു കുറച്ച് മണിക്കൂറുകൾ പിടിച്ചതെങ്കിൽ ഇപ്പോൾ 14 നഗരങ്ങൾ, 48 സ്ഥലങ്ങൾ, ഇത് ഇത്രയും സ്ഥലത്താണ് ഈ പോരാട്ടം നടന്നത്. ഈ 14 നഗരങ്ങളും BLAയുടെ പിടിയിലാണ് ഇപ്പോൾ. ക്വറ്റ മുതൽ, ക്വറ്റ തലസ്ഥാനം മറ്റേ ഈ ബലൂചിസ്ഥാന്റെ, ക്വറ്റ മുതൽ പസ്നി വരെ ഇപ്പൊ BLAയുടെ കൈവശമാണ്. പ്രധാന ഹൈവേകൾ നുഷ്കി പിടിച്ചു, നുഷ്കി നഗരം. അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറെയും കുടുംബത്തെയും BLA തട്ടിക്കൊണ്ടുപോയി, റാഞ്ചി എടുത്തിട്ട് പിന്നെ വിട്ടയച്ചു. പസ്നി, കലാത്ത് തുടങ്ങിയ നഗരങ്ങളും ഒക്കെ BLA പിടിച്ചു. അപ്പോൾ 200 പേരെ കൊലപ്പെടുത്തി പട്ടാളക്കാരെ എന്ന് ബലൂജികൾ അവകാശപ്പെടുന്നു. 177 BLA പോരാളികളെ കൊല്ലപ്പെടുത്തിയെന്ന് അവരും അവകാശപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ. അപ്പോൾ 48 മണിക്കൂർ നീണ്ട പോരാട്ടം ആണ് ഇപ്പം നടന്നത്. പാകിസ്ഥാൻ പട്ടാളക്കാർ ശരിക്കും BLAയുടെ ക്യാമ്പുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിന് പകരം അതിന് ശേഷിയില്ലാതെ ഇൻഡിസ്ക്രിമിനേറ്റ് ഫയറിംഗ് ആണ് നടന്നത്. അലക്ഷ്യമായ വെടിവയ്പ്പുകൾ, കണ്ടവരെയൊക്കെ വെടിവെക്കുക. അങ്ങനെയാണ് ഈ പൗരന്മാരും ഒക്കെ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1947 ഈ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായിരുന്നു 227 ദിവസം. പിന്നീട് അന്ന് കലാത്ത് എന്നായിരുന്നു ബലൂചിസ്ഥാന്റെ പേര്. കലാത്തിനെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ. എന്നിട്ട് ബലൂചിസ്ഥാൻ എന്ന് പ്രവിശ്യയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ $600 ബില്യൺ ഒരു പാക്കേജ് ബലൂചിസ്ഥാന് വേണ്ടി നടപ്പാക്കാം, ബലൂചിസ്ഥാൻ കൂടെ നിൽക്കണം എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇമ്രാൻഖാനെ തന്നെ പുറത്താക്കിയല്ലോ. ഇപ്പോൾ ബലൂചിസ്ഥാന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അക്ബർ ബുക്തി, അയാൾ ബൂത്ത് പിടിച്ചിട്ടാണ് ജയിച്ചത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മേധാവി ബഷീർ സൈബ് ആണ്. ബഷീർ സൈബ് BLAയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് BLAയുടെ നേതൃത്വം ഏറ്റെടുത്ത ആളാണ്. വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ പേര് ആസാദ് എന്നാണ്, സ്വാതന്ത്ര്യം എന്ന് തന്നെയാണ്. ആസാദിന്റെ ചെയർമാൻ ആയിരുന്നു ബഷീർ സൈബ്, BLAയുടെ ഇപ്പോഴത്തെ മേധാവി. 2008 മുതൽ 12 വരെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ചെയർമാൻ ആയിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ട്. കാണ്ഡഹാറിൽ അസ്ലാം ബലൂച്ച് കൊല്ലപ്പെട്ട ശേഷമാണ് BLAയുടെ നേതൃത്വം ബഷീർ സാഹിബ് ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അവിടെ പാകിസ്ഥാൻ്റെ 12th കോറും 5 ഡിവിഷനുകളും ഉണ്ട്. ഫ്രോണ്ടിയർ കോറും 10 യൂണിറ്റുകളും ഉണ്ട്. പക്ഷെ ദുർബലമാണെന്ന് പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക ഉപേക്ഷിച്ചു പോയ ആയുധങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തിറ താഴ്വരയിൽ TTPക്കെതിരെ, TTP തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ സേന സന്നാഹം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ഈ പോരാട്ടം മുറുകിയത്. അപ്പോൾ TTPക്കെതിരായ സന്നാഹം നിർത്തിവെക്കേണ്ടി വന്നു പാകിസ്ഥാന്. TTPയുടെ കൂടി സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അമേരിക്ക ഉപേക്ഷിച്ചു പോയ ആയുധം ആ വഴിക്കായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. എന്തായാലും ബലൂചിസ്ഥാനിൽ പിന്നെ സംഭവിച്ചിരിക്കുന്നത് ചൈനക്കാരെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഒഴിപ്പിച്ചു കൊണ്ട് പോയിട്ടുണ്ട് ചൈന. അപ്പോൾ ചൈന ഉപേക്ഷിക്കുകയാണ്. ഗ്വാദർ തുറമുഖം എന്നേക്കുമായി ചൈന ഉപേക്ഷിച്ച് സ്ഥലം വിട്ടിരിക്കുന്നു. അപ്പോൾ ബലൂചിസ്ഥാൻ പൊതുവെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പാതയിലാണ്. നഗരങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പാകിസ്ഥാൻ പട്ടാളം
പരാജയ ഭീതിയിൽ പിൻവാങ്ങിയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് വെച്ചാൽ ഏത് നിമിഷം വേണമെങ്കിലും അവർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം ബലൂചിസ്ഥാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.